ഹലോ മക്കളെ, ഈ കൂട്ടത്തിലാണെങ്കിൽ ഏറ്റവും വലിയ നമ്പർ ഏന്ന് കണ്ടുപിടിക്കാം അല്ലേ. ഇവിടെ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ 1001 A base 16 10 base 8 11 base 10. ഇതിനകത്ത് വലിയ നമ്പർ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാമല്ലോ. ചെക്ക് ചെയ്ത് നോക്കാം. ആദ്യമായിട്ട് 1001 base 2 നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. 1001 ആകുമ്പോൾ നമുക്ക് നോക്കാം ഇതിനെല്ലാത്തിനും എങ്ങോട്ട് കൺവേർട്ട്, ഡെസിമൽ അല്ലെങ്കിൽ ഡെസിമലോട്ട് കൺവേർട്ട് ചെയ്യുക അല്ലേ. ആദ്യമായിട്ട് ചെയ്യേണ്ട പരിപാടി കേട്ടോ. അപ്പോൾ 2 2 2 2 2 3. അപ്പോൾ എന്തായിരിക്കും 2 അപ്പോൾ 1 × 2 ക്യൂബ്. അപ്പോൾ ബാക്കി ഇത് 2 0 ആയി പോത്തില്ലടാ. അപ്പോൾ 1 × 2 ക്യൂബ് എത്ര നമ്മൾ 8 ആണ്. 8 പ്ലസ് ഇതെന്താണ് 1 ആയിപ്പോലെ. അപ്പോൾ 8 + 1 9 ആവും അല്ലേ. യെസ്. അപ്പോൾ എന്താണ് ഫസ്റ്റിലത്തെ നമ്പർ എന്ത് കിട്ടി മക്കളെ? 9 കിട്ടി. കുഴപ്പമില്ല, 9 കിട്ടി. 9 ബേസ് 10 കിട്ടി. സെക്കൻഡ് A base 16 ആണ്. A base 16 ആകുമ്പോൾ എത്ര മക്കളെ? 10 ആണ് അല്ലേ. എയുടെ ഡെസിമൽ വാല്യൂ എന്നാണ് 10 ആണ്. നെക്സ്റ്റ് 10 base 8. 10 base 8 ആകുമ്പോൾ 8 8 എന്താ വരികടാ? 8 × 1 × 8 പ്ലസ് 0 × 8 എന്ത് വരികടാ? എന്തുമായിരിക്കും മക്കളെ? അഥവാ ഒക്ടൽ ടു ഡെസിമൽ എന്താ വരികടാ? 8 തന്നെയാണ്. 8 + 0 0 ആയിരിക്കും. അപ്പോൾ 8 ആയിരിക്കും അല്ലേ. അപ്പോൾ 8 base 10. നെക്സ്റ്റ് 11 base 10. 11 base 10 അല്ല. അപ്പോൾ ഇതിനകത്ത് ഏറ്റവും വലുത് ഏതാ മക്കളെ? ആ 11 base 10 തന്നെ. കാരണം ഒരിക്കലും പെട്ടെന്ന് പറയാൻ പറ്റത്തില്ല 11 base 10 ആണെന്ന് പറയാൻ പറ്റത്തില്ല. ഇത് 1001 ആണെന്ന് മനസ്സിലാവും. കാരണം ഡെസിമലോട്ട് കൺവേർട്ട് ചെയ്താലേ മനസ്സിലാവത്തുള്ളൂ. ഇതിനകത്ത് ഏറ്റവും വലിയ നമ്പർ 11 base 10 ആയിരിക്കും. മക്കളെ കൂടുതൽ ക്വസ്റ്റ്യൻസ് ആൻസർ ആയിട്ട് ഇന്ന് വൈകുന്നേരം ലൈവിൽ വരുന്ന സൂപ്പർ 60 ആയിട്ട് ആരും ലൈവ് മിസ്സാക്കില്ല കേട്ടോ. ഓക്കെ.